ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുറച്ചധികം ദിവസമായിട്ട് ഞാൻ ഇത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് നടക്കുമായിരുന്നു. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് സമയമൊത്ത് വന്നപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ചെയ്തേക്കാമെന്ന്. ഇനി നമ്മളായിട്ടൊരു കുറവും വരുത്തണ്ട അതിന്. അങ്ങനെ രാവിലെ എണീറ്റു. രാവിലെ അല്ല, ഒരു 7-8 മണിയായെന്ന് തോന്നുന്നു. അപ്പോൾ എഴുന്നേറ്റു. അത് കഴിഞ്ഞ് പിന്നെ ബെഡൊക്കെ വിരിച്ചിട്ടു. ബെഡ് വിരിക്കുന്ന സമയമാകുമ്പോൾ അതിപ്പോൾ രാവിലെ ആണെങ്കിലും ശരി, രാത്രി ആണെങ്കിലും ശരി, കൃത്യമായിട്ട് നമ്മുടെ ചിപ്പിമോൾ ഇങ്ങെത്തി അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അലങ്കോലപ്പെടുത്താൻ വേണ്ടി നോക്കും. പിന്നെ കുറച്ച് നേരം അവളുടെ ഒപ്പം ഇരുന്ന് കളിച്ച് പിന്നെ പല്ല് വെക്കാനൊക്കെ പോയി ഗൈസ്. അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്ന് ഞാൻ വെറുതെ വെളിയിലിറങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വെളിയിലിറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവളെയും ബാൽക്കണിയിൽ കൊണ്ടുവന്നിരുത്തി. അങ്ങനെ ഞാൻ രാവിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമായിരുന്നു ഗൈസ്. അത്ര രാവിലെ അല്ല എങ്കിൽ പോലും ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രസമാണ് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പതുക്കെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നൊരു മഴ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും നമ്മുടെ ചിപ്പിമോളും കൂടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവളെ എന്നിട്ട് ഞാൻ അങ്ങ് വിട്ടു ഗേസ്. അവൾ പോയി കളിക്കുമായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴത്തേക്കും മുടിയൊക്കെ വൃത്തിയാക്കി കെട്ടി വെക്കുമായിരുന്നു. വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് മുടി അങ്ങനെ അഴിച്ചിടുന്നത് ഇഷ്ടമല്ല, എപ്പോഴും കെട്ടി വെക്കാനാണ് ഇഷ്ടം. പക്ഷേ പുറത്ത് പോകുമ്പോൾ ഞാൻ നേരെ ഓപ്പോസിറ്റ്, എനിക്ക് കെട്ടി വെക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം മുടി അഴിച്ചിടുന്നതാണ്. എനിക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. ഈ ക്ലിപ്പ് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും, പിന്നെ ക്ലിപ്പ് തപ്പി നടക്കലാണ് പരിപാടി. നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും, ഗേൾസിന് ഹൈലി റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നൊരു സംഭവമായിരിക്കും അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഗേസ്. അപ്പോൾ രാവിലെ ആണെങ്കിലും എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ചോറ് കഴിച്ചോളും. എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് ഗേസ്. അപ്പോൾ രാവിലെ അവിയലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ ചോറ് കഴിച്ചോളാമെന്ന്. അങ്ങനെ രാവിലെ അടിപൊളിയായിട്ട് ചോറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നോടെല്ലാവരും പറയും വണ്ണം ഇല്ലാത്തതുകൊണ്ട് രാവിലെ ചോറ് കഴിക്കണം, ചോറ് കഴിച്ചാൽ വണ്ണം വെക്കും. അതേപോലെ ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ വണ്ണം കുറഞ്ഞിരിക്കുന്നതെന്നൊക്കെ എപ്പോഴും പറയും. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം. അതിൻ്റെ അത് ഞാൻ എത്ര തവണ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കണം. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നോർമലി ആണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ വണ്ണം വെക്കുന്നില്ല, അതെൻ്റെ കുഴപ്പമല്ല. ഓക്കെ, അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം ചിപ്പിയായിട്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി പോയിരുന്നു ഗേസ്. കാരണം എനിക്ക് തിങ്കളാഴ്ച എക്സാമാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ ഇങ്ങനെ വാല് പോലെ നടക്കും. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എന്നെക്കാട്ടിലും മുമ്പ് ആൾ സ്ഥലം പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവളെ ഇങ്ങനെ ഇട്ട് വട്ടാക്കലാണ് എൻ്റെ പരിപാടി. അത് കഴിയുമ്പോൾ പിന്നെ അവളെന്നെ പഠിക്കാനും സമ്മതിക്കത്തില്ല. എൻ്റെ പൗച്ച് എങ്ങാനും തുറന്ന് വെച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പേന, പെൻസിൽ, കട്ടർ, സ്കെയിൽ അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അതെല്ലാം അവളെടുത്ത് പുറത്തിടും. എന്നിട്ട് അതെല്ലാം തട്ടിക്കളിച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ റെക്കോർഡൊക്കെ ചെയ്യാൻ നേരം ഞാൻ ആ പരിസരത്തോട്ടേ അടുപ്പിക്കത്തില്ല. അടുത്തെങ്ങാനും എന്തെങ്കിലും വെള്ളം കുപ്പി ഇരിപ്പുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അവൾ കമത്തി എൻ്റെ റെക്കോർഡ് മൊത്തം നാശമാക്കും. അതുകൊണ്ട് റെക്കോർഡ് മാത്രം ഞാൻ ഭയങ്കര സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. നോട്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് വലിയ സീനില്ല. അറ്റ്ലീസ്റ്റ് പേപ്പർ കീറിയാണെങ്കിലും നമുക്ക് എഴുതാം. റെക്കോർഡിലെങ്ങാനും എന്തെങ്കിലും പറ്റിയൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു രക്ഷയില്ല, ഇരുന്ന് കരയാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി അവളെ കൂടുതൽ ശല്യപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ അവൾ പഠിപ്പിക്കുകയില്ല എന്നെനിക്ക് മനസ്സിലായപ്പോഴത്തേന് നീ കിടന്നുറങ്ങിക്കോ, ഞാനിരുന്ന് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ഇങ്ങനെ സ്ലോ ആക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലൈവിലാണെങ്കിലും നോർമലി ഉള്ള എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് പതുക്കെ സാവധാനം നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന്. വ്ളോഗ് ഇടുമ്പോൾ സ്പീഡിൽ സംസാരിക്കുന്നതാണോ അതോ ഇങ്ങനെ പറയുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. ഇതിപ്പോൾ പഠിക്കുമല്ല, ഞാനിരുന്ന് നോട്ട് എഴുതുവാണ്. ഞങ്ങൾക്ക് നോട്ടെല്ലാം വാട്സപ്പിൽ അയച്ചു തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് നോട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി, PDF നോക്കി പഠിച്ചാലും മതി. പക്ഷേ എനിക്ക് നോട്ടൊക്കെ എഴുതി പഠിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. പരീക്ഷയ്ക്ക് പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ മൊബൈൽ നോക്കി പഠിച്ചാൽ അത്ര ഓർമ്മ കിട്ടത്തില്ല. പക്ഷേ ബുക്ക് നോക്കി പഠിക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കും, പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ല. എനിക്കങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നോട്ട് എഴുതി പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇത് EVS ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് സിമ്പിളായിരിക്കും. ഇത് കണ്ടിട്ട് ഫുൾ സിമ്പിളാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വിചാരിക്കരുത്, ടഫായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഈ ഒരു സെമ്മിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വേറെ സെമ്മൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സെമ്മാണ് കുറച്ചും കൂടെ എളുപ്പം. ഇതുവരെ കഴിഞ്ഞേക്കുന്ന സെം വെച്ച് നോക്കിയാൽ ഇത് ഭയങ്കര എളുപ്പമാണ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാലും പിന്നെ ഒന്ന് വായിച്ചു വിട്ടാലും നമുക്ക് പിന്നെയും ഇങ്ങനെ റിപ്പീറ്റായിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എഴുതാനായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. മാത്രമല്ല എഴുതി കഴിഞ്ഞാൽ അതിൽ മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് നേരം ഞാൻ പോയി എഴുതട്ടെ ഗെയ്സ്. അങ്ങനെ 1.5 മണിക്കൂർ എടുത്ത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാം.
എഴുതുന്നത് പഠിക്കുന്നതായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച എക്സാമാണ്, അപ്പോൾ എന്തായാലും പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. സോ ഇനിയും കുറച്ച് നേരം ഇന്ന് പഠിക്കാം. എഴുതി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഫോണൊക്കെ തോണ്ടി ഇരുന്നായിരുന്നു, അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ പഠിച്ചിട്ട് വരാം. ബൈ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ നേരം ഇരുന്ന് പഠിക്കാൻ വേണ്ടി പോയി. സാധാരണ ഞാൻ ബോർഡൊക്കെ യൂസ് ചെയ്ത് പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്താണ് പഠിക്കാറ്, ടോപ്പിക് അനുസരിച്ചിരിക്കും. ഇപ്പോൾ കുറേ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ബോർഡൊക്കെ യൂസ് ചെയ്താണ് പഠിക്കുന്നത്. ഇതിപ്പോൾ EVS ആയതുകൊണ്ട് നമുക്ക് വായിച്ച് വിട്ടാൽ മതി. അതുകൊണ്ട് മാത്രം ഞാൻ ഒരിടത്ത് അടങ്ങിയിരുന്ന് പഠിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കും. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേനും പുറത്ത് നല്ല മഴയായിരുന്നു ഗൈസ്. അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഉച്ചയായപ്പോഴത്തേനും വിശന്നു. സോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ വിശന്നില്ലെങ്കിൽ തന്നെ ആ അവിയൽ അവിടെ ഇരിക്കുമ്പോഴത്തേനും എനിക്ക് എന്തായാലും കഴിക്കാൻ വേണ്ടി തോന്നും. അങ്ങനെ കൃത്യസമയമായപ്പോഴത്തേനും ഞാൻ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കുവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. റയർലെസ് അവിടെ എന്തോ തിരക്കിലാണ്. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, നീ പോയി കഴിക്കുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സാധാരണ ഞങ്ങൾ ഒന്നിച്ചിരുന്നാൽ കഴിക്കാറ്. പക്ഷേ ഇതേപോലെ അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ പിന്നെ ആരും നോക്കാറില്ല ഗൈസ്, ഞാൻ പോയി കഴിക്കും. പിന്നെ എനിക്ക് അത്യാവശ്യം വിശക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മധുരം കഴിക്കുക നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വായിലിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് മേടിച്ച മിഠായി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഗേസ്. റയർലെസ്സിന് കൊടുത്തതായിരുന്നു ഞാൻ. അതവിടെ 2 ഇരിക്കുന്ന കണ്ടപ്പോഴത്തേനും ഒരെണ്ണം ഞാൻ ആദ്യമേ ഇങ്ങനെ എടുത്തു. അവൻ മറന്നു പോയതാണെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് അതവിടെ ഫ്രിഡ്ജിൽ കാണുന്നുണ്ട്. അപ്പോൾ അവൻ മറന്നു പോയതായിരിക്കണം. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ ചൂണ്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയത് അവൻ വരുന്നുണ്ടോ അവൻ കാണുന്നുണ്ടോ എന്നായിരുന്നു. അവനങ്ങനെ കണ്ടില്ല. പിന്നെ ഞാനത് കഴിച്ചു. ഇത് കണ്ടിട്ട് ഇനി ആരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പാവ റയർലെസ്സിനൊന്നും കൊടുക്കുന്നില്ല, ഈ കുളു മൊത്തം തിന്നോ അങ്ങനെയൊന്നും പറയരുത്. അവന് കൊടുത്തതായിരുന്നു. അവൻ അത്യാവശ്യം മിഠായിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മിഠായി കുറേ കഴിച്ച് കഴിഞ്ഞാൽ പല്ല് പോവില്ലേ ഗേസ്, പല്ല് കേടാവില്ലേ. അപ്പോൾ അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവൻ കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് കഴിച്ചത്. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നും വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. വയല് മിഠായിയാണ്. സിനിമ കണ്ടാലോ എന്നിങ്ങനെ ആലോചിക്കായിരുന്നു ഗേസ്. പക്ഷെ അതിനുള്ള സമയമില്ല. എനിക്കങ്ങനെ അടുപ്പിച്ചിരുന്ന സിനിമ കാണുന്ന ഇഷ്ടമല്ല, ബോറടിക്കും. എന്നാലും പഴയ ഏതെങ്കിലും കണ്ട നല്ല നല്ല സിനിമകളാണല്ലോ. എനിക്ക് പുതിയ സിനിമകളെക്കാട്ടിലും ഇഷ്ടം പഴയ സിനിമയാണ്. പഴയ സിനിമകളാണെങ്കിലും പുതിയ സിനിമകളാണെങ്കിലും മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ താല്പര്യമില്ല കാണാനായിട്ട്. പക്ഷേ ഇന്നെന്തോ ഒരു സിനിമ കാണാനായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വെറുതെ നമുക്ക് യൂട്യൂബിലൊന്ന് കയറി നോക്കാം ഏതെങ്കിലും നല്ല സിനിമ ഉണ്ടോ, എന്നിട്ട് ഒരു സിനിമ കാണാം. ബോറടിച്ചില്ലെങ്കിൽ മുഴുവൻ കണ്ടു തീർക്കും. എങ്ങാനും ബോറടിച്ച് കഴിഞ്ഞാൽ പകുതിക്ക് വെച്ചിട്ടിട്ട് പോരും. ഓക്കെ, അപ്പം ഞാൻ പോയി സിനിമ കണ്ടേ. ബൈ ബൈ. റയർലെസ്സിനെ പറ്റിച്ച് ഒരു മിഠായും കൂടി എടുത്തു. ഇത് ലാസ്റ്റ് മിഠായി. ഇതെങ്ങാനും ഞാൻ തിന്നു കഴിഞ്ഞാൽ ഭൂകമ്പം നടക്കും മിക്കവാറും. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാം. അവന് വേറെ മിഠായി വാങ്ങിക്കൊടുക്കാം. ഞാൻ തന്നെ കൊടുത്തതാണ്, അത് വേറെ കാര്യം. ഇന്നെങ്ങാനും ഹാഫ് ഞാൻ ഇനി എങ്ങാനും കൊണ്ട് കൊടുക്കാനായിട്ട് പോയി എന്ന് വിചാരിച്ചു. ഓൾറെഡി പൊട്ടിയിരിക്കുക. അപ്പോൾ ഇത്ര എങ്ങാനും കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴാണ് അവൻ ഇതിനെക്കുറിച്ച് ഓർക്കുന്നതെങ്കിൽ ഒരു മിഠായി നേരത്തെ കഴിച്ചു. അപ്പോഴാണ് അടി ഉണ്ടാവാൻ പോകുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും. പിന്നെ ഈ വീഡിയോ എങ്ങാനും കണ്ടാലാണ് ഓർക്കത്തുള്ളൂ. അപ്പോഴും ഭൂകമ്പം ഉണ്ടാകാൻ വിചാരിച്ചൊക്കെ. എന്നാലും എഫക്റ്റ് കുറവായിരിക്കും. സോ അതുകൊണ്ട് ഇപ്പോൾ വെറുതെ അടി ഉണ്ടാക്കാൻ എൻ്റെ ഒരു മൂഡില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇത് കൊടുക്കാതെ കഴിക്കുക. ഈ വീഡിയോ ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് റയർലെസ്സിന് നോട്ടിഫിക്കേഷൻ ചെന്നാൽ തന്നെ ഇത്രയേ ഇരുന്ന് കാണാൻ ചാൻസ് കുറവാണ്. പിന്നെ ഒരു മൂഡ് അനുസരിച്ചാണ് കാണുന്നത്. ഇൻ കേസ് അവൻ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും ഇത് ഷെയർ ചെയ്ത് കൊടുത്തവനെ അറിയിക്കണമെന്നില്ല കേട്ടോ. എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവൻ അടുത്ത ലൈവിലൊരു വരവ് ഇങ്ങോട്ടേക്ക് വരും. കുളു അവനൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ വെച്ച സാധനം എല്ലാം കുളു തിന്നുവാന്ന് പറഞ്ഞിട്ടേ. ഞാൻ പറഞ്ഞില്ലേ സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരുന്നു. അരമണിക്കൂർ കണ്ടതേ ഉള്ളൂ. അപ്പം തന്നെ ഉറക്കം വന്ന് ഞാൻ ഉറങ്ങിപ്പോയി. അരമണിക്കൂർ സിനിമ കണ്ട് 2-2.5 മണിക്കൂർ കിടന്നുറങ്ങി. ഇപ്പോൾ 5 മണിയായിട്ടുണ്ട് ഗൈസ്. തൂത്തുവാരണം, കുറേ പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും അതൊക്കെ ചെയ്യാം പോരെ. നല്ല മഴക്കാറുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഉറക്കം മാറിയിട്ടില്ല, ഉറക്കപ്പിച്ച. തൽക്കാലം ഇതൊക്കെ മതി. ബാക്കി കാണിച്ചു തരാം.
മഴ പെയ്യുന്നില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ട് കേസ്. അത്യാവശ്യം മഴക്കാറുണ്ട്, ചെറിയ കാറ്റുണ്ട്, ഹായ്, ചെറിയ തണുപ്പുണ്ട്. ഇതിങ്ങനെ ആസ്വദിച്ചിരുന്നാൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നേരത്തെ പഠിച്ചതിൻ്റെ ബാലൻസ് ചെയ്ത് മയക്കാൻ മറന്നുപോയി. യെസ്, അപ്പോൾ ഒരു മെനയുണ്ട് കാണാൻ. സെറ്റ്. അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് കുറച്ച് നേരം പുറത്ത് പോയിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് പിന്നെ ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ നോക്കിയിരിക്കുക, പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിപ്പി മോൾ, നല്ല കാറ്റും കൊണ്ട് തൂക്കുന്ന ശ്രുതി മോൾ. ബാക്കി ചെയ്യണ്ടല്ലേ നടക്കും. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആരുടെ കലയാണെന്ന്. ചിപ്പിയായിട്ട് അടിയുണ്ടാക്കുമ്പോൾ കിട്ടുന്ന പോറലാണിതെല്ലാം. പിന്നെ കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു, കുറച്ചല്ല കേസ്, കുറച്ചധികം തുണി നനയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നമ്മൾ നനച്ചൊക്കെ കഴിഞ്ഞു. ഇനി എന്തെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഇരിക്കുമ്പോഴാണ് ചിപ്പിയുടെ കാര്യം ആലോചിച്ചത്. സാധാരണ ഈ കുരുപ്പ് ഞാൻ നനയ്ക്കാൻ പോകുമ്പോൾ ഉടനെ എൻ്റെ പുറകെ വരുന്നതാണ്. ഇന്ന് കണ്ടില്ല. അപ്പോൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവൾ കിടന്ന് സുഖമായി ഉറങ്ങുന്നത്. ശല്യപ്പെടുത്തണമെന്ന് തോന്നിയെങ്കിലും പിന്നെ സങ്കടം തോന്നി. പാവല്ലേ എന്ന് വിചാരിച്ച് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച്. അപ്പോഴത്തേനും സന്ധ്യയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. വായിന്ന് വെള്ളം വരുക. അവിയലും ചോറും എത്ര കഴിച്ചാലും ഓക്കെയാണ്. വയറസ് ഒന്ന് നോക്കുന്നുണ്ട്. എത്ര കഴിച്ചാലും എടുക്കില്ല. 24 മണിക്കൂറും കിട്ടിയാലും ഞാൻ കഴിക്കും. കാരണം എനിക്ക് അവിയൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കഴിക്കും. എന്നാലും സാധാരണ 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്നതാണ്. ഇന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേനും ലേറ്റ് ആയതുകൊണ്ടും പിന്നെ ഉറങ്ങി എണീറ്റ ഉടനെ എനിക്ക് ഫുഡ് കഴിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാൻ സ്നാക്സ് വേണ്ടാന്ന് പറഞ്ഞത് റയർലെസ്സിന് കൊടുത്തു. കാരണം എനിക്ക് ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. തണുത്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ റയർലെസ് കഴിച്ചോട്ടെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം ഞാൻ ഇപ്പോഴാണ് വെള്ളം കുടിക്കുന്നത്. എനിക്ക് വെള്ളം കുടിക്കുന്നത് ഭയങ്കര മടിയാണ്. ഞാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ ചിപ്പിയത് വെള്ളവാ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതേ കുളിച്ച് ഫ്രഷായി ഒക്കെ വന്നിട്ടുണ്ട് കേസ്. പിന്നെ മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മുടി കെട്ടി വെക്കണം. മുടി ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്കങ്ങനെ അഴിച്ചിടുന്നത് താല്പര്യമില്ല. അവിടെ ഇവിടെയൊക്കെ പോയി ഉടക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിലാണെങ്കിൽ പൊതുവേ കെട്ടി വെക്കലാണ് പതിവ്. അങ്ങനെ മുടിയൊക്കെ ഉണങ്ങി പിന്നെ ഞാൻ കെട്ടി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇഷ്ട വർക്കിലേക്ക് കടന്നു. എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിക്കും എഡിറ്റിംഗ് ഇഷ്ടമൊന്നു, പക്ഷേ അല്ല. എനിക്ക് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോയ്ക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കാനും ഉണ്ടായിരുന്നു. എനിക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ. പക്ഷേ എഡിറ്റിങ്ങിനോട് വലിയ താല്പര്യമില്ല. ഭയങ്കര കഷ്ടപ്പെട്ട പണിയാണ് കേസ്. പക്ഷേ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫ്രീ ആയിട്ടിരുന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരമായി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമായി. അപ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു, ചിക്കൻ റോസ്റ്റോ അങ്ങനെ എന്തായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിച്ചു. ഫുഡ് കഴിക്കുമ്പോൾ സാധാരണ സംസാരിക്കരുതെന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ വൈകുന്നേരം ഡിന്നറിന് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ പറഞ്ഞിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്ന, ഞങ്ങൾ അത്ര എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവമാണ് ഡിന്നർ എന്ന് പറയുന്നത്. കുരുത്തക്കേടെന്ന് പറഞ്ഞുണ്ടല്ലോ, ചുമ്മാതിരി കുരുത്തക്കേടാ. ഇത് വേറെ ആരെക്കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ചിപ്പിമോളെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലും അവൾ കുരുത്തക്കേട് കാണിക്കുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. നല്ല ഉറക്കം വരുന്നുണ്ട്. പോയി കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനിലാണ്. കുറച്ചുകൂടെ പഠിക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷെ ഉറക്കം വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ 12 മണിയല്ല, 11:45 ആയിട്ടുണ്ട്. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനിലാണ്. കുറച്ചും കൂടെ പഠിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഉറക്കപ്പിച്ചിരുന്ന് പഠിച്ചാലും വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഇനി എണീറ്റിരുന്ന് പഠിക്കാം. അന്ന് മൺഡേ ആണ് എക്സാം. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, സമാധാനമുണ്ട്.
ഇതിപ്പം ഇന്ന് എന്ന വീഡിയോ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ് വീഡിയോ എടുത്തേക്കുന്നത്. 25 വെള്ളിയാഴ്ചയാണ്. ഈ വീഡിയോ എന്നാണ് പുറത്ത് വരികയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിടുമ്പോഴത്തേനും അത്യാവശ്യം ടൈം എടുക്കുമായിരിക്കും. പക്ഷേ ഞാൻ മാക്സിമം വേഗം നേടാം. കാരണം ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വഴിയേ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ തട്ടത്തിൻ മറയത്ത് മൂവിയായിരുന്നു ഞാൻ നേരത്തെ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ മൂവിയുടെ ബാക്കി പോർഷൻ നമുക്കിപ്പോൾ ഇരുന്ന് കാണാം. കണ്ടങ്ങനെ ഉറങ്ങട്ടെ, അടുത്ത പോർഷൻ എന്നിട്ട് പിന്നെ കാണാം, അങ്ങനെ. അപ്പോൾ ആ പടം ഏതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടത്തിൻ മറയത്തായിരുന്നു. കളിയാക്കരുത്, ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ തട്ടത്തിൻ മറയത്ത് മൂവി കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയില യൂട്യൂബ് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാമെന്ന് തോന്നിയ ഒരു മൂവി ആയതുകൊണ്ട് അത് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് കണ്ടു. കുഴപ്പമില്ലാത്ത ഒരു മൂവിയാണ്. ഞാൻ ഫസ്റ്റ് ഹാഫ് പോലും എത്തിയിട്ടില്ല. അപ്പോൾ അത് ഇന്ന് നമുക്ക് കുറച്ച് കണ്ട് അങ്ങനെ കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് എൻ്റെ ലൈഫിൽ ഒരു ദിവസം മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ ഇതേ റൊട്ടീനാണ് ഫോളോ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും നാളത്തെ ദിവസത്തേക്ക് എനിക്ക് ചെയ്യാനുണ്ടാവില്ല. അതേപോലെ തന്നെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. യെസ്. അപ്പോൾ ഗൈസ്, ഇത്രയും വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന്. പകുതി എടുത്തു കഴിയുമ്പോൾ പിന്നെ മടിയാവും, പിന്നെ മറന്നു പോവും, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റും കൂടി ഇടുക, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്.